ഹലോ, വെൽക്കം ടു ലാഗ് ബോഗൻവില്ല. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഫോർട്ട് കൊച്ചിയിലാണ് കേട്ടോ. ഫോർട്ട് കൊച്ചിയിൽ നമ്മൾ ഗോതം മൂവിയിലൊക്കെ അവരെയൊക്കെ ആ ഗുസ്തിയിൽ ഘാട്ടാ ഗുസ്തി എന്ന് പറയും, കേട്ടിട്ടുണ്ടാവില്ലേ? കുറേ പേര് കേട്ടിട്ടുണ്ടാവില്ല. എങ്കിലും ഗോതയിലെ ഗുസ്തിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അത് പഠിപ്പിച്ചതൊക്കെ ഞങ്ങളുടെ ഫോർട്ട് കൊച്ചിയിലുള്ള മിന്നൽ ജോർജ് എന്ന് അറിയപ്പെടുന്ന ആശാനാണ് കേട്ടോ. അപ്പോൾ ആശാൻ്റെ വീട്ടിലാണ് നമ്മൾ വന്നേക്കുന്നത്. നമ്മളന്നൊരു ഓണാഘോഷത്തിന് പോയി വീഡിയോ ഇട്ടില്ല. ഞാനൊരു ഡോക്ടറുണ്ട്, മില്ലൻ ഡോക്ടറുണ്ട്. അപ്പോൾ അവിടെ വെച്ചാണ് ആശാനെ പരിചയപ്പെട്ടത്. ആ വീഡിയോയിലുണ്ട് ആശാൻ. ഡോർഫിനും എഡിസനും ഉണ്ടെന്ന്. അപ്പോൾ അവർ രണ്ടൊരു അകത്തുണ്ട്, ആശാൻ്റെ കൂടെ ഉണ്ട്. നല്ല ഭംഗിയുണ്ട്. ചെറിയ ഇത്തിരി സ്ഥലമാണെങ്കിലും കുറച്ച് ചെടിയൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് കേട്ടോ ആശാൻ. സെറ്റാക്കിയാ ആശാനൊരു ഹായ് പറ ആശാനെ. മറ്റേ വീഡിയോയിൽ കണ്ടോ? അത് ഞാൻ പറഞ്ഞു, മില്ലൻ ഡോക്ടറിന്റെ വീഡിയോയിൽ കണ്ടത്. അതെ, എഡിസൺ. ഇവനാണെന്ന് എന്നെ കാണിക്കുന്ന ക്യാമറ ഇവനാണ് ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത് കേട്ടോ. എങ്ങാനും അലമ്പാക്കിയ ഇന്ന് എഡിസന്റെ കാര്യത്തിൽ തീരുമാനമാവും. ഇതൊക്കെ മെമന്റോസ് ആണ് ആശാനെ, അല്ലെങ്കിൽ വാങ്ങിയതാ? ചുമ്മാ വാങ്ങിയതാണ് അല്ലേ? ആ, മെമന്റോസ് ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഉണ്ടോ? ഇവിടെ ഫുള്ള് മെമന്റോസ് ആണ്. എന്താ 75-ലെ ഫോട്ടോയാണ്. ഫയൽ വാൻ എന്ന് പറയത്തില്ല, എനിക്ക് എപ്പോഴും കൺഫ്യൂഷൻ വരുന്നത് ഫയൽ മാൻ ആണോ ഫയൽ വാൻ ആണോ. ഇന്ന് എനിക്ക് മനസ്സിലായി ഫയൽ വാൻ ആണ്. ഫയൽ വാൻ ആണ് അല്ലേ ആശാനെ? ഫയൽ വാൻ ആണ്. ആശാൻ ഇവിടെ ഇങ്ങനെ ചെടിയൊക്കെ വെച്ച് നല്ല സൂപ്പർ ആക്കിയിരിക്കുന്നു. അവിടെ ഇരിക്കുന്ന ഗത എന്താ ആശാനെ? എന്തിന്റെ കേരള കേസരി ടൈറ്റില് ആണോ? ഇതാ ഗാട്ടാ ഗുസ്തിയുടെ ടൈറ്റിലാണത്. കേരള കേസരി അല്ലേ? ഞാൻ വെച്ച് ചുമ്മാ വെച്ചേക്കാണ്. കണ്ട കേരള കേസരിയുടെ ടൈറ്റിലിന്റെ ഇത് നല്ല വെയിറ്റ് ഉണ്ട് ആശാനെ? ഇല്ല, ഞാനൊന്ന് നോക്കാം. കണ്ട ഞാൻ ഗതയൊക്കെ തോളെ വെച്ച് ഇറങ്ങിച്ചല്ല. ഇത് കണ്ട ഗോപി, കേരള കേസരിയുടെ ടൈറ്റിലാണ് ഞാനെടുത്ത്. ഘാട്ടാ ഗുസ്തിയില് കേരള കേസരി. അതാണ് ടൈറ്റിൽ കൊടുക്കാറ്. സ്റ്റേറ്റ് എടാ അതിങ്ങനെ നിക്കണം. അത് കൊടുത്തുണ്ട് ആ ഡ്രസ് ക്യാഷും അത്ര വെയിറ്റില്ല. ഞാൻ എടുത്തോളാം വെച്ചോളൂ. ആണോ? അപ്പൊ നമ്മള് ഷൂട്ട് കഴിഞ്ഞു ഇറങ്ങി. ഇവനെ പുറകെ ഇരുത്തി അവനെന്നെ വിളിച്ചു കേട്ടോ കുദ്ദൂസേന്ന്. പടിപ്പുറ ചേച്ചി വന്നിട്ടില്ല. പിന്നെ കൈ കൊടുക്കുന്നു പോടാപ്പ. അവൻ എന്നെ വിളിക്കണം കുദ്ദൂസേന്ന്. ഇവൻ ഇവിടെ ഫ്രണ്ടി ഇരിക്കണമെന്ന് പറഞ്ഞ് വെച്ച് ശ്രമം നടത്തി നോക്കി. ഞാൻ ഇരുത്തിയില്ല. ഇവനോട് പറഞ്ഞേ ഞാൻ ഛർദിക്കുമെന്ന് പറഞ്ഞു. നോണ പറഞ്ഞു ഇവനോട്. ഇല്ലട്ടെ, ശരിക്കും ഛർദിക്കും. ശരിക്കും ഛർദിക്കും. എനിക്ക് അങ്ങനെയൊന്നും ദൂരെയൊന്നും പോണോന്നില്ല ഡോപ്പി. എനിക്ക് ഇത്തിരി പോയാലും മതി. എനിക്കിങ്ങനെ ബാക്കിൽ ഇരിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ വരും, ഇങ്ങനെ ഛർദിക്കും. കട ജ്യൂസ് കുടിക്കുവോ നീ? ആകെ കുടിക്കണത് ഉപ്പ് സോഡ മാത്രമായിട്ടാണെന്ന് തോന്നുന്നു. ഉപ്പ് സോഡയും കുറച്ച് പാലിട്ട ചായയും കുടിക്കും. അവക്കാടോ ഇവിടെ കയറ്റിയിട്. ഐ ലവ് കൊച്ചിന്നും മിസ്റ്റർ ഷവർമ എന്നാ എഴുതേക്കണം. പോയിട്ട് വന്നിട്ട് പറയാം. ഫ്രണ്ടാണല്ലേ അവന് ഇല്ലാത്ത മീശ പിരിക്കണോട്. അവൻ കടു ഷേക്ക് നിൽക്കുന്നുണ്ട്. ഞാൻ കുടിക്കോ നോക്കട്ടെ. ആദ്യം തനിക്ക് വാങ്ങിച്ചിട്ട് അവന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കണം. അപ്പൊ രണ്ടാൾക്കാണോ? അതെ,
ട്രൈ ചെയ്ത് നോക്കിയേ. എന്ത് വേണം പ്ലാൻ ചെയ്യുന്ന സാധനം എത്തി. ടേസ്റ്റ് ചെയ്യാൻ ഇവിടെ സർവീസ് കുറച്ച് ഫാസ്റ്റ് ആണ്. നിങ്ങളുടെ ക്യാൻസൽ ക്യാൻസൽ. എനിക്ക് വേണ്ട. ഞാൻ പിന്നെ റിവ്യൂ ഐസ്ക്രീം കഴിക്കോ? എനിക്കത് മതി. ഞാൻ റിവ്യൂ പറയണ. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ആദ്യം പ്രതീക്ഷ എക്സ്പെക്ട് ചെയ്ത് കുടിക്കരുത്. അത് നിനക്ക് ഇഷ്ടപ്പെടാത്തതാണ്, ബാക്കിയൊക്കെ ഇഷ്ടപ്പെടും. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് അങ്ങനെ സംബന്ധം വേണ്ട. എനിക്ക് നൈസിലുള്ള ചെറിയ സാധനമുണ്ട്. എനിക്ക് ഷെയ്ക്കൊക്കെ മതി. ഇത് മതി. സ്പെഷ്യൽ ഒന്നും വേണ്ട. ചോക്ലേറ്റ് മതി. ചോക്ലേറ്റ് ഷാർജ. അതെ, എന്റെ സാധനമാണ്. ഞാൻ എനിക്ക് അതിന്റെ അടുത്ത് തീരുമാനം പോകും. നാഷണൽ പെർമിറ്റ് ലോറി വന്നൊരു ബ്ലോക്കാണ് കുമ്പളങ്ങിയില് കുമ്പളങ്ങി. ഞങ്ങളങ്ങനെ അവക്കാടോട് ഷെയ്ക്ക് ഒക്കെ കഴിച്ച് ഇവന് ചോക്ലേറ്റ് മേടിച്ചു കൊടുത്ത് ഇവിടെ പോയി അവൻ അവന് മാറിക്കളഞ്ഞ്. എന്നിട്ട് അവനില്ലടോ, അവനാ സ്ട്രോ ഇട്ടിട്ടില്ല ഇങ്ങനെ സ്വരം കേൾപ്പിച്ച്. ലാസ്റ്റ് ആണ് അത് കിടന്നില്ലേ ഒരു ചെറിയുടെ കഷ്ണം വരെ ഇല്ലേ തോണ്ടിയെടുത്ത് ഞങ്ങൾക്ക് എന്നിട്ട് തേവരെ പോണായിരുന്നു. തേവരല്ലല്ലോ എവിടെയായിരുന്നു പോട്ടെ കടാന്തറ. പക്ഷെ അപ്പൊ പിള്ളേർക്ക് ഇവിടെ മിന്നൽ പണി മുടക്കുന്ന ആലപ്പുഴ ജില്ലയില്. ആലപ്പുഴ ജില്ലയിലാണോ? എന്തായാലും പിള്ളേര് പഠിക്കണ സ്കൂളിൽ നിന്ന് മെസ്സേജ് വന്ന് അപ്പൊ ഞങ്ങള് തിരിച്ചു പോരാണ് വേഗം. ഫേക്ക് ഒന്നല്ല, പിന്നെ സ്കൂളിൽ നിന്നാ ഫേക്ക് മെസ്സേജ് വന്നത്. ഞങ്ങളങ്ങനെ വീട്ടിലെത്തിയിട്ട് ഞാൻ കുറച്ചു നേരം കിടന്ന് ഉറങ്ങി കേട്ടോ. ഭയങ്കര ക്ഷീണമായിപ്പോയി. ഒരുപാട് ദൂരം ഒന്നും പോയില്ല. എന്നിട്ടും എന്തോ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ടയർഡാ. അപ്പം ഇപ്പോൾ അതേ വൈകുന്നേരം ഞങ്ങൾ ചായയുടെ ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ റബിയൊക്കെ കുട്ടിക്ക് വിശക്കണം എന്ന് പറഞ്ഞു അല്ലേ. അപ്പം നമ്മൾ എന്ത് സാധനം ഉണ്ടാക്കണേ? ഓട്സ് അല്ല, റവ തരി കാച്ചൂലേ? എൻ്റെ റബിയൊക്കെ കുട്ടിക്ക് ഇഷ്ടമാണ് അല്ലേ. എനിക്ക് ഇഷ്ടമാണ്. മമ്മി പണ്ട് എൻ്റെ വീട്ടിൽ മമ്മി ഇങ്ങനെ ഉണ്ടാക്കി തരും ഇടയ്ക്ക്. അപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ റബിയൊക്കെ ഇഷ്ടമാണ് കേട്ടോ അത്. അപ്പം ഞങ്ങളങ്ങനെ ഉണ്ടാക്കുകയാണത്. നാളത്തെ വിശേഷങ്ങളായിട്ട് നാളെ കാണാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ചാനൽ ലൈക്ക് ബട്ടണില്ല, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ടേക്ക് കെയർ, ബൈ.